ഹലോ ആസ്പിറൻസ്, വെൽക്കം ബാക്ക് ടു പ്രൈം ഡയറക്ഷൻ. നമ്മളിന്ന് മിസ്സിംഗ് നമ്പർ സീരീസിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു പ്രാക്ടീസ് സെഷനായിട്ട് നമുക്ക് എടുക്കാം. സോ നേരെ നമുക്ക് ക്വസ്റ്റിനിലേക്ക് പോകാം. നമുക്ക് പ്രിലിമിനറി എക്സാമിനേഷന് 5 മാർക്കിന് ചോദിക്കുന്ന പ്രോബ്ലംസ് ആണ് മിസ്സിംഗ് നമ്പർ സീരീസ് ഓർ റോങ് നമ്പർ സീരീസ്. നമുക്ക് റോങ് നമ്പർ സീരീസ് നന്നായിട്ട് അറിയണമെങ്കിൽ ആദ്യം നമ്മൾ എന്താവണം, മിസ്സിംഗ് നമ്പർ സീരീസിൽ നന്നായിട്ട് ഫ്ലുവൻ്റ് ആവണം. റൈറ്റ്, നോക്കാം. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 98, 87, 94 സംതിങ് അല്ലേ. സോ എല്ലാം 2 ഡിജിറ്റ് ടു 3 ഡിജിറ്റ് അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ ഡിഫറൻസ് എടുത്ത് നോക്കാം അല്ലേ. സോ ഇവിടെ എത്ര ഡിഫറൻസ്? ആദ്യത്തെ ഡിഫറൻസ് 87 അല്ലേ. ഇവിടെ 100 ആണെങ്കിൽ 87 ഒരു 2. സോ ഇവിടെ 89 എന്ത് ചെയ്തു, പ്ലസ് ആയിട്ട് മാറി. ഇങ്ങോട്ട് നോക്കുമ്പോഴോ 87 ഉണ്ട്, ഇവിടെ ഒരു 6 കൂടി ആഡ് ചെയ്യണം അല്ലേ. സോ ഇവിടെ മൈനസ് ആണ്. 157 94 എന്ന് പറയുമ്പോൾ ഇത് എനിക്ക് പറയാൻ പറ്റും, ഇത് കുറഞ്ഞ് ഡിക്രീസ് ആയി അല്ലേ. സോ ഇവിടെ വീണ്ടും പ്ലസ് ആയി. എത്ര കൂടി? 6ഉം 83ഉം വീണ്ടും 89 കൂടി അല്ലെ. 89 93 പറഞ്ഞു, 89 കൂടി. അടുത്തതോ ഇവിടെ നോക്കുമ്പോൾ 100 ആണെങ്കിൽ 83 10 93 അല്ലേ. ഇവിടെ 93 വീണ്ടും കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് പ്ലസ് 89 ആയിരിക്കണ്ടേ അല്ലേ. അങ്ങനെയാണെങ്കിൽ പാറ്റേൺ പോകും അല്ലെ. കോമൺ ആയിട്ട് ഒരു പാറ്റേൺ നമുക്കുണ്ടാവും. സോ ഇവിടെ 89 ആണെങ്കിൽ അടുത്തതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ എന്ത് വരും, -93 ആയിട്ട് മാറും. സോ 176 എന്ന് എന്ത് ചെയ്യണം, 93 കുറയ്ക്കണം. കുറച്ച് കഴിഞ്ഞാൽ 179 ആണല്ലേ. 79 93 കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ 6 വരണം. 6 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, നൺ ഓഫ് ദീസ് ഉണ്ട്. സോ നമ്മൾ ചെക്ക് ചെയ്യണം. 17 9 പോയാൽ 8 വി ഗെറ്റ് 86 അല്ലേ. സോ ഓപ്ഷൻ 1ൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, 86 ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സെക്കൻഡ് വൺ. ഓക്കെ, ഹിയർ ഇറ്റ് ഈസ് സെക്കൻഡ് വൺ. എന്താ സെക്കൻഡ് വൺ പറയുന്നത്? 62 124 310 സംതിങ് ആയിട്ട് പോകുന്നുണ്ട് അല്ലേ. സോ എനിക്ക് ഇവിടെ പറയാൻ പറ്റും, ഈ 69ൻ്റെ ഡബിൾ ആണ് ആര്, 124 ആണ് അല്ലേ. 62 × 2 ആണ് 124. പക്ഷേ ഇവിടെ എനിക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല, ഇവിടെ പറയാൻ പറ്റുന്നില്ല. ബട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, 3200 ആണ് ഇവിടെ വാല്യൂ എങ്കിൽ, ഓർ 3250 ആണെങ്കിൽ 3ന് എന്ത് ചെയ്താൽ 13ൻ്റെ അടുത്തേക്ക് എത്തും അല്ലേ. 3000 × 4 ആണ് ഏകദേശം 12000. 250 × 4 1000 വരും. 5 × 4 20, 13 20 വരും അല്ലേ. സോ സ്റ്റാർട്ടിങ് ഇവിടെ 2 ആണ്, ഇവിടെ 4 ആണ്. സോ എനിക്ക് പറയാൻ പറ്റും, ഇവിടെ ഒരു ഡിഫറൻസ്, 2 ഡിഫറൻസ്, 3 ഡിഫറൻസ് അല്ലേ. 3 ഡിഫറൻസ് ഇതിൻ്റെ ഇടയിലുണ്ട്. സോ എങ്ങനെ എനിക്ക് പറയാൻ പറ്റും? സോ ഇവിടെ 2.5 ആണെങ്കിൽ ഇവിടെ 3 ആവണം, 3 ആണെങ്കിൽ ഇവിടെ 3.5 ആവണം. അങ്ങനെയാണെങ്കിലല്ലേ എനിക്ക് കറക്റ്റായിട്ട് 4 പൊളിക്കാൻ പറ്റും അല്ലേ. സോ ഇവിടെ 3 4 കൊടുത്തു കഴിഞ്ഞാൽ ഒരു പാക്കൻറ്റ് വരും. സോ ഇവിടെ 2 3 3 4 എന്ന് പറയുമ്പോഴേ നമുക്കത് കറക്റ്റ് കിട്ടും. സോ നമുക്ക് ചെക്ക് ചെയ്യണം. 124 എങ്ങനെ എന്തായിട്ട് മാറണം, 310 ആയിട്ട് മാറണം. 124 × 2 എത്ര കിട്ടും? 124 പ്ലസ് 124 അല്ലെ. 124ൻ്റെ ഇരട്ടി ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 124ൻ്റെ പകുതി എത്ര വരും? 62 വരും. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0, ബാക്കി 1. 7 + 4 1, 1 + 1 2 + 1 3, 310 അല്ലെ. എനിക്ക് 310 കിട്ടി. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും ഇൻറ്റു 3 ആണെന്നല്ലേ. 310 × 3 എന്ത് വരും? 310 × 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ എത്ര വരും? അല്ല സോറി, 310 × 3 വാല്യൂ 930 അല്ലേ. 930 കിട്ടും. ഓപ്ഷൻ A 930. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 85 110 94 103 അങ്ങനെ പോകുന്ന അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറൻസ് എടുത്ത് നോക്കാം. ഓക്കെ, തേർഡ് വൺ ഉണ്ട് അല്ലേ. സോ തേർഡ് വൺ 2 എങ്ങനെ 13 ആയിട്ട് മാറും? 2 13 ആവാൻ 2 പോസിബിലിറ്റി അല്ലേ. 2 എന്തായിട്ട് മാറാം? 2 × 8 - 1 ആവാം, അല്ലെങ്കിൽ 2 × 7 2 × 8 ആണെങ്കിൽ 16 - സംതിങ് വരണം അല്ലേ. സോറി, 2 × 7 - 1 ഓർ 2 × 6 + 1 ആയിക്കൂടെ അല്ലേ. ഓക്കെ, സോ 7 ആണെങ്കിൽ 13 × 6 ആണെങ്കിൽ 78 വരും. 78 വരും. ഇവിടെ 64 അല്ലേ ഉള്ളൂ അല്ലേ. 7 ആണെങ്കിൽ അടുത്തെന്ത് വരണം? 13 × 6 അല്ലെങ്കിൽ 13 × 5. കുറയാണെങ്കിൽ 6, കൂടുകയാണെങ്കിൽ 13 × 8. രണ്ടും എന്താണ്? 64നേക്കാൾ എബോവ് അല്ലേ. ഇവിടെയാണെങ്കിലോ 2 × 6 12 + 1 13. അടുത്തത് 2 × 5 ആണെങ്കിലോ, സോറി അടുത്തത് 13 അല്ലേ. 2 × 6 + 1 13. 13 × എന്ത് വരണം? 5 ആണെങ്കിൽ എന്ത് വരും? 65 - 1 എന്ന് എഴുതിക്കൂടെ. റൈറ്റ്. സോ അടുത്തത് ഇങ്ങനെയാണെങ്കിൽ പാറ്റേൺ 64 × എന്ത് വരണം? 4 + 1 വരണം അല്ലേ. +1 - 1 + 1. സോ 240 16 256 1 257 അല്ലേ. അടുത്തതോ 257 × 6 5 4 3 - 1 വരണം അല്ലേ. 21ന് 3 × 7 21ന് 1 1 - 1 0. എനിക്ക് 0 വരുന്നുണ്ട് അല്ലേ. സോ ഞാൻ ചെക്ക് ചെയ്തു. ഇനി എനിക്ക് ചെയ്യാനുള്ളത് അടുത്തെന്ത് വരും? 70 × 2 + 1 ആയിരിക്കില്ലേ അല്ലേ. 0 + 0 ആയിരിക്കും.
2 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. 0 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 1 വരണം. വേറെ വാല്യൂസ് ഒന്നും ഒന്നിൽ എൻ്റെ ചെയ്യുന്ന വാല്യൂ ഇല്ല. സോ എനിക്ക് ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. നൺ ഓഫ് ദീസ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. നൺ ഓഫ് ദീസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂണിറ്റ് ഡിജിറ്റ് നോക്കിയിട്ട് ഇത് പറയാൻ പറ്റും. സോ സെക്കൻഡ് വൺ കഴിഞ്ഞു. ഫോർത്ത് വൺ അല്ലേ, ഫോർത്ത് വൺ എങ്ങനെയാണ് വരുന്നത്, 2 ഡിജിറ്റും 3 ഡിജിറ്റും ക്ലോസസ്റ്റ് ഡിജിറ്റ് അല്ലേ, നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറൻസ് എടുക്കാം. ഇവിടെ ആദ്യത്തെ ഡിഫറൻസ് എത്രയാണ്, 15ഉം 10ഉം 25, 10ഉം 94ഉം 16ൻ്റെ ഡിഫറൻസ്, 6ഉം 3ഉം 9ൻ്റെ ഡിഫറൻസ്, ഇവിടെ 4ൻ്റെ ഡിഫറൻസ് 25. നമുക്കറിയാം എന്താണ് 5 സ്ക്വയർ ആണ്, പ്ലസ് 5 സ്ക്വയർ, ഇവിടെ എന്താണ് മൈനസ് 4 സ്ക്വയർ, ഇവിടെ എന്താണ് പ്ലസ് 4 സ്ക്വയർ, ഇവിടെ എന്താണ് മൈനസ് 2 സ്ക്വയർ, ലാസ്റ്റ് എന്തായിരിക്കും മൈനസ് പ്ലസ് 1 സ്ക്വയർ ആയിരിക്കില്ലേ. 1 സ്ക്വയർ ഈസ് 1, 99 പ്ലസ് 1 ഐ ഗെറ്റ് 100, ഓപ്ഷൻ ഡി അല്ലേ. ഫോർത്ത് വൺ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ ഡി ആണ്. ആൻഡ് ഫിഫ്ത്ത് വൺ എന്ത് വരും, ഫിഫ്ത്ത് വൺ ക്വസ്റ്റ്യൻ പോസ് ആക്കിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക, കിട്ടുന്നില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, സൊല്യൂഷൻ നോക്കുക. എനിക്ക് പറയാൻ പറ്റും 23 നേരെ എന്തായിട്ട് മാറി, 11.5 ആയിട്ട് മാറി. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23ൻ്റെ പകുതിയാണ്. സോ ആഴ്ച ഇൻറ്റു അര അല്ലെ, 0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ്. 11.5 11.5 തന്നെ ആയിട്ട് മാറി. സോ എനിക്ക് പറയാൻ പറ്റും ഇവിടെ ഇൻറ്റു 1 ആണ് അല്ലേ, അര 1. 11.5 വീണ്ടും 23 ആയിട്ട് മാറി. സോ ഇവിടെ ഡിവൈഡഡ് ബൈ 0.5 ആണെങ്കിൽ ഇവിടെ ഇൻറ്റു 2 ആണ് അല്ലേ, 11.5യുടെ ഇരട്ടിയാണ് 23. സോ 2. സോ പാറ്റേൺ അര 1 ആയി, 1 2 ആയി അല്ലെ, ഇരട്ടിയായിട്ട് മാറുകയാണ്. അരയുടെ ഇരട്ടി 1, 1ൻ്റെ ഇരട്ടി 2, 2ൻ്റെ ഇരട്ടി 4 ആവണം അല്ലേ. 2ൻ്റെ ഇരട്ടി 4 ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23ൻ്റെ 4 എത്ര വരും, 23ൻ്റെ 4 23ൻ്റെ ഇരട്ടിയുടെ ഇരട്ടി അല്ലേ, 2 ഇൻറ്റു 2 ഇരട്ടിയുടെ ഇരട്ടി അല്ലേ, 23ൻ്റെ ഇരട്ടി 46, 46ൻ്റെ ഇരട്ടി 92. സോ അടുത്തത് എന്ത് വരും, ചെക്ക് ചെയ്യണമെങ്കിൽ 1 2 4 അടുത്തത് ഇൻറ്റു 8 വരണം. സോ 92 ഇൻറ്റു 8 എത്രയാണ്, 9 ഇൻറ്റു 8 720, 2 ഇൻറ്റു 8 16, ഐ ഗെറ്റ് 736 അല്ലേ. സോ ഓപ്ഷൻ എന്ത് വരും ഇവിടെ, ഓപ്ഷൻ സി 92. ഫിഫ്ത്ത് വൺ 789 900 112 സംതിങ് അല്ലേ. ഇവിടെ എന്ത് വരും, നമുക്ക് ഡിഫറൻസ് എടുത്ത് നോക്കാം. 11ഉം 100ഉം 111, ഇവിടെ 100ഉം 122ഉം 222 അല്ലേ. സോ 111 222 111 അടുത്ത 333 ആണോ നോക്കണം അല്ലേ. അടുത്തത് അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരണം, 444 വരണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 555 വരണം. ഇവിടെ 9 + 5 14 സോ വരാൻ പോസിബിലിറ്റി ഉണ്ട്. സോ എനിക്ക് പറയാൻ പറ്റും ഇവിടെ 11 ഇവിടെ 22 ഇങ്ങനെയാണെങ്കിൽ 33 അല്ലേ. 3 + 2 ആഡ് ചെയ്ത് എന്ത് വരണം, 5 വരണം. ഓപ്ഷനിൽ 5 വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. സോ നമുക്ക് ചെക്ക് ചെയ്യണം. 1 1 ഓക്കെ 2 + 3 5 ആണ്. ഇവിടെയും 2 അല്ലേ, 2 + 3 5 5. സോ നമുക്ക് 2 5 5 വരണം, അതും ഓപ്ഷനിലുണ്ട് അല്ലേ. സോ അടുത്ത ചെയ്യാം. സോ നമുക്ക് 1 1 2 2 + 3 3 3 3 3 3 5 എത്ര വരും, 5 4 1 1 4 5 5 ഓപ്ഷൻ ബി എന്ന് വരും അല്ലേ. സിക്സ്ത് വൺ ഓപ്ഷൻ ബി വരും. സോ അടുത്തത് വരും 3 3 ആണെങ്കിൽ 4 4 വരണ്ടേ അല്ലെ. അടുത്തത് 4 4 ഉണ്ടെങ്കിൽ 9 9 8 1 1899 ആണ് അല്ലേ. സോ എനിക്ക് പറയാൻ പറ്റും ഇത് ഓപ്ഷൻ ചെക്ക് ചെയ്യാം അല്ലേ. ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഓപ്ഷൻ ബി കിട്ടി. സെവൻത്ത് വൺ 717 121 729 14601 അല്ലേ. സെക്കൻഡ് അപ്രോച്ച് ചെയ്യാം നമുക്ക്. സെവൻത്ത് വൺ 2 എങ്ങനെ 17 ആവണം നമുക്ക് നോക്കണം അല്ലേ. സോ ഒരു സിംഗിൾ ഡിജിറ്റ് തുടങ്ങി 1 2 3 4 5 5 ഡിജിറ്റ് വരെയുള്ള നമ്പറാണ്. സോ എനിക്ക് പറയാൻ പറ്റും ഇവിടെ ഡിഫറൻസ് എടുത്തിട്ട് കാര്യമില്ല അല്ലേ. സോ ഒന്നെങ്കിൽ ഇത് മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഡബിൾ ഓപ്പറേഷൻ ആയിരിക്കും. നോക്കാം നമുക്ക്. 2 എങ്ങനെ 17 ആവും, 2 ഒരു ലോട്ട് ഓഫ് പോസിബിലിറ്റി ഉണ്ട് അല്ലേ. സോ 17 × 7 എന്താണ് 119 വരില്ലേ അല്ലേ. 17 × 7 എന്ന് പറഞ്ഞാൽ 119 ആണ്. സോ നമുക്ക് 20 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മൾ ബൈ ഹാർട്ട് ആയി പോകണം അല്ലേ. സോ ഇവിടേക്ക് എനിക്ക് പറയാൻ പറ്റും ഇവിടെ ഇൻറ്റു 7 ആണെങ്കിൽ ഇവിടെ ഇൻറ്റു 8 ആണെങ്കിൽ 2 × 8 + 1 ആണ് 17. അങ്ങനെയാണെങ്കിൽ 17 × 7 + 2 അല്ലേ. 119 + 2 ആണ് 121. 121 × 6 + 3 അല്ലേ 6. 1 × 6 6 + 1 9 ആണ്. അങ്ങനെയാണെങ്കിൽ 729 × 5 + 4 ആയിരിക്കില്ലേ അല്ലേ. 5 + 4 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ 9 × 5 45 4 49 9 യൂണിറ്റ് ഡിജിറ്റ് വരണം. യൂണിറ്റ് ഡിജിറ്റ് 9 വരുന്ന ഒരേ ഓപ്ഷനുള്ള ഓപ്ഷനെ അല്ലേ. അടുത്ത ചെക്ക് ചെയ്യാം. യൂണിറ്റ് ഡിജിറ്റ് 9 അല്ലേ. ഈ 9 × എന്ത് വരണം, × 5 ആണെങ്കിൽ × 4 + 5 വരണം. 36 + 5 41 1 വരണം. സി 1 ആണ് ഇവിടെ ഉള്ളത്. സോ ഓപ്ഷൻ എന്ത് വരും, ഓപ്ഷൻ എ അല്ലേ. സെവൻത്ത് വൺ ഓപ്ഷൻ എ. 84 എങ്ങനെ വരും,
84. ആദ്യം എന്താണ് 24 36 ആയി അല്ലേ. 24ന്റെ പകുതിയാണ് ഒരു 12. സോ 24 പ്ലസ് 36 24 പ്ലസ് 12 ആണ് 36. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും ഇത് 1.5 മടങ്ങാണ്, 24ന്റെ 1.5 മടങ്ങാണ്. ഇവിടെ 63 ആണ് അല്ലേ, 63. 36 അവിടെ 72 ആണെങ്കിൽ ഇൻറ്റു 2 എന്ന് പറഞ്ഞൂടെ, പക്ഷെ അവിടെ 72 അല്ല. എത്ര കുറവാണ്? 9 കുറവാണ്. 9 ആരെ 9 കുറവ്? 36 അല്ലേ. 36നേക്കാൾ 9 കുറവാണ്. സോ എനിക്ക് പറയാൻ പറ്റും കട്ട് ചെയ്താൽ എനിക്ക് 1/4 കിട്ടും. 1/4 എന്ന് പറഞ്ഞാൽ 0.25 അല്ലെങ്കിൽ 25%. 25%നെ കൺവേർട്ട് ആക്കുമ്പോൾ ഡിവൈഡ് ബൈ 100 0.25. സോ ഇൻറ്റു 2നേക്കാൾ 0.25 കുറവാണ്. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും ഇത് 1.75 ആണ് അല്ലേ. സോ 1.5 1.75 അടുത്തെന്ത് വരണം? 2 വരണം. 2 ആണെങ്കിൽ ഇവിടെ 2.5 വരണം. അടുത്തത് 3 അല്ല സോറി 2 ആണെങ്കിൽ ഇവിടെ 2 ആണെങ്കിൽ 2.25 അല്ലേ, 2.25 വരണം അല്ലേ. ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. ഇവിടെ ഇൻറ്റു 2 ആണെങ്കിൽ 63 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത് കിട്ടും 126 വരും. 126 ഓപ്ഷനിലുണ്ടോ? ഓപ്ഷനിൽ ഈ ഓപ്ഷൻ ഉണ്ട്. സോ ചെക്ക് ചെയ്യാം. അടുത്തെന്ത് വരണം? 126 ഇൻറ്റു 2.25 അല്ലേ. 126 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ ഇരട്ടി, 126ന്റെ ഇരട്ടി 282. 0.25 എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ 1/4 അല്ലേ. ഇതിന്റെ 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 126ന്റെ പകുതി 63, 63ന്റെ പകുതി 31.5 അല്ലെ, 31.5. സോ ആഡ് ചെയ്യുമ്പോൾ 283.5 എന്ന് കിട്ടും. അതല്ലേ ഇവിടെ ഉള്ളത്. സോ ആൻസർ ഓപ്ഷൻ ഇ അല്ലേ. സോ പാറ്റേൺ 1.5 1.75 2 2.25 2.5 2.5 2.75 അങ്ങനെ പോകും. റൈറ്റ്. സോ 9th question 156 182 210 272 306 എങ്ങനെ വരും? ഇവിടെ എത്ര വരും ഡിഫറൻസ്? 26. ഇവിടെ എത്ര വരും? 28. അപ്പോൾ ഇവിടെ 30 വരണം. 30 വരികയാണെങ്കിൽ 240 വരും. 240 വരികയാണെങ്കിൽ ഇവിടെ 32 അല്ലേ. കിട്ടി അല്ലേ. ഡിഫറൻസ് എടുത്ത് നോക്കിയാൽ മതി. ഓക്കെ, 2ന്റെ പാറ്റേണിലാണ് പോകുന്നത്. 26 28 30 32 അങ്ങനെ പോകും. സോ ഓപ്ഷൻ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് നമ്പർ സീരീസിന് ഒരു പാറ്റേൺ ആയിരിക്കില്ല, പലർക്കും പല രീതിയിലുള്ള പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന ഏതാണോ നമുക്ക് ആൻസർ മാത്രം കിട്ടിയാൽ മതി. എത്ര സ്പീഡിൽ നമുക്ക് ആൻസർ കിട്ടുന്നു അത്രത്തോളം പരിപാടി കഴിഞ്ഞു. സോ ഇതിൽ ഒന്നിൽ കൂടുതൽ പാറ്റേൺ ഉണ്ടാവും. സോ മൾട്ടിപ്ലിക്കേഷൻ ഞാൻ നേരത്തെ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. 20 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾക്ക് 186 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റും 12 × 13 ആണ്. 182 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റും 13 കഴിഞ്ഞാൽ 14 182 എത്ര വരും? 13 × 14 അല്ലേ. 13 × 14 210 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 × 16. അടുത്തത് എന്ത് വരും? 16 × 17 അല്ലേ. 23 42 272 റൈറ്റ്. 272 അല്ല, ഒരു മിനിറ്റ്. 12 13 14 14 15 അല്ലടാ. റൈറ്റ്. 14 × 15 അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 140 60 സോറി കിട്ടില്ല അല്ലേ. 12 13 13 × 14 14 × 15 എത്ര? 196 14 210. അടുത്തത് അപ്പോൾ ഓക്കെ, ഇവിടേക്ക് എന്ത് വരണം? 15 × 16 അല്ലേ വരേണ്ടത് അല്ലേ. സോ എന്ത് വരും? 160 പ്ലസ് 160ന്റെ പകുതി 5 80 അല്ലേ, 240. സോ ഓപ്ഷൻ എന്ത് വരും? ബി. 15 × 16 എത്ര വരും? 240 ആണ്. സോ ഇതെന്ത് വരും? 16 × 17 അല്ലേ, 230 42 272. അടുത്തെന്ത് വരും? 17 × 18 250 250 പ്ലസ് 56 വി കട്ട് 306 അല്ലേ. സോ പാറ്റേൺ നമുക്ക് എങ്ങനെയും കിട്ടും. സോ ഡിഫറൻസ് എടുത്ത് നോക്കിയാലും നമുക്ക് കിട്ടും. റൈറ്റ്. 10th വൺ 205 അല്ലെ, സ്മോൾ ഡിഫറൻസ് ആണ്. സോ നമുക്ക് ഡിഫറൻസ് എടുത്ത് നോക്കാം. ഇവിടെ എത്ര ഡിഫറൻസ് വരും? 72 വരും. ഇവിടെ 23 19 42 വരും. ഇവിടെ 19 39 20 വരും. ഇവിടെ 22 40 ഡിഫറൻസ് 30 ആണ്. 30 18. ഇവിടെ എന്ത് വരും? 30 വരും. ഡിഫറൻസ് ഇവിടെ എന്ത് വരും? 22 ആണ് അല്ലേ. അപ്പോൾ 22 8. അങ്ങനെയാണെങ്കിൽ ഇവിടെ 14 ആണെങ്കിലോ? 14 ആണ് ഡിഫറൻസ് എങ്കിൽ 6 വരണം. സോ 6 ആണെങ്കിൽ 345 വരണം. 345 ആണോ? ഓപ്ഷനിൽ 345 ഉണ്ട്, പക്ഷെ 8 തന്നെയാണോ അടുത്തത് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, ഇവിടെ നമുക്ക് ഡിഫറൻസ് 8 കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഇവിടെ 8 ആണെന്ന് വിചാരിച്ചത്. നിൽക്കട്ടെ, 345 ആൻസറിലുണ്ട്, പോസിബിലിറ്റി ആണ്. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കുക. 72 എന്ന് പറയുന്നത് എന്താണ്? 72 എന്ന് പറയുന്നത് 9 × 8 അല്ലേ 72. 42 എന്ന് പറഞ്ഞാലോ 9 8 7 × 6 അല്ലേ. സോ 9 8 7 6 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 6 9 8 7 6 5 4. അപ്പോൾ അടുത്തെന്ത് വരണം?
20 എന്ന് പറഞ്ഞാൽ 5 × 4. അപ്പോൾ അടുത്തെന്ത് വേണം? 3 × 2 അല്ലേ? 9, 8, 7, 6, 5, 4, 3, 2. 3 × 2 പറഞ്ഞാൽ 6. 6 എന്ത് ചെയ്യണം? കൂടണം. 339 പ്ലസ് 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 345 അല്ലേ? ഓപ്ഷൻ ഇ തന്നെയാണ് അല്ലേ? സോ 10th വരെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ഇ. 11th വൺ അതെന്താണ്? ക്ലോസസ്റ്റ് നമ്പേഴ്സ് അല്ലേ? 2 ഡിജിറ്റ് ടു 3 ഡിജിറ്റ്. നമുക്ക് ഡിഫറൻസ് എടുത്ത് നോക്കാം. ഇവിടെ 6 വരും, ഇവിടെ 12 വരും, ഇവിടെ 18 വരും, ഇവിടെ 24 വരും അല്ലേ? എല്ലാം 6ന്റെ മൾട്ടിപ്പിളാണ്. ഒരാൾ 6, 6, 12, 6 × 3 18, 6 × 4 24, 6 × 5 30, 110 പ്ലസ് 30 എത്രയായിട്ട് മാറും? 148 മാറും അല്ലേ? ഓപ്ഷൻ ഡി. ഈസി പ്രോബ്ലം ആയിരുന്നു. 12th വൺ എങ്ങനെ ചെയ്യും? 12th വൺ എന്താണ്? 1, 110, 156, 272, 342, 506. 110. ഡിഫറൻസ് എത്ര വരും അവിടെ? 46 വരും. ഇവിടെ എത്ര വരും? 44ഉം 72ഉം 116 വരും. 116ഉം തമ്മിൽ ഡിഫറൻസ് 70 അല്ലേ? ഇവിടെ എനിക്ക് 70 വരും. ഇവിടെ എത്ര വരും? 272, 28 പ്ലസ് 42, I got 70. സോ വേറെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? വാല്യൂസ് സ്ക്വയറോ ക്യൂബോ ആണോ? ക്യൂബ് 272 അല്ല, സ്ക്വയർ 100 അല്ല. 10 സ്ക്വയർ ആണെങ്കിൽ എന്ത് വരും? 10 സ്ക്വയർ പ്ലസ് 10, 11 സ്ക്വയർ 121 പ്ലസ് 132 അല്ല ആവും. 11 സ്ക്വയർ ആണെങ്കിൽ 121 മൈനസ് 11. ഓക്കെ, എന്ത് പറ്റി? പെന്ന് റൈറ്റ് ആണല്ലോ. പെണ്ണിനെന്തോ പറ്റി നോക്കാം നമുക്ക്. 110 അല്ലേ? 110 എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും? 11 സ്ക്വയർ അല്ലേ? സോ 11 സ്ക്വയർ റൈറ്റ് ആവുന്നില്ലല്ലോ. ചിക്കൻ ഓക്കെ. സോ നോക്ക്, 110 എന്ന് പറയുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും 11 സ്ക്വയർ. 11 സ്ക്വയർ എന്ന് പറയുന്നത് വരും 121 അല്ലേ? 121 മൈനസ് 11 അല്ലേ? 11 സ്ക്വയർ മൈനസ് 11. അടുത്തത് എന്ത് വരും? 12ന്റെ സ്ക്വയർ 144 ആണ്. 13ന്റെ സ്ക്വയർ മൈനസ് 169 മൈനസ് 30 അല്ലേ? അടുത്തത് 11, 13, 15 ആണെങ്കിൽ 225. സോ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 11, 13, 17 അല്ലേ? സോ 17ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 289 മൈനസ് 70 എന്ന് പറയുമ്പോൾ 272 അല്ലേ? റൈറ്റ്, പ്രൈം നമ്പർ ആണ്. സോ ഇവിടെ 17 ആയി. 17 ആണെങ്കിൽ അടുത്ത പ്രൈം നമ്പർ എന്ത് വരും? 19 വരും. 19 369 മൈനസ് 19. അടുത്തത് 23 വരും അല്ലേ? 17, 19, 23. അടുത്ത പ്രൈം നമ്പർ ഏതാ? 29 ആണ്. 29ന്റെ സ്ക്വയർ മൈനസ് 29 ചെയ്യണം. 29ന്റെ സ്ക്വയർ 841 ആണ്. 841 29 പോയി കഴിഞ്ഞാൽ 840 വരില്ല. സോ 800 സി മാത്രം. 812 അല്ലേ? സോ 812 ഓപ്ഷൻ. 12th വണ്ടെ ഓപ്ഷൻ എന്ന് പറയുന്നത് 812 റൈറ്റ്, 812. ആൻഡ് 13th വൺ എന്താണ്? 96 എങ്ങനെ 488 മാറും? 96 എങ്ങനെ 488 മാറുന്നല്ലേ? 96 0 എൻഡ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 960 ആണ്. സോ ഇതെന്തായാലും 5ന്റെ മൾട്ടിപ്ലൈ ആയിരിക്കും. 96 × 5 അല്ലേ? 480 ഇങ്ങനെ 128 മാറും. 120 × 4 അല്ലെങ്കിൽ 12 × 4 ആണ് 48. സോ എനിക്ക് പറയാൻ പറ്റിയത് ഡിവൈഡർ ബൈ എന്താണ്? 4 ആണ് അല്ലേ? സോ 120 × 6 ആവും. 12 × 5 ആണ് 60. സോ × 5. അപ്പോൾ ഇതെന്ത് വരും? × 5 ഡിവൈഡ് ബൈ 4 × 5 ഡിവൈഡ് ബൈ 4 അല്ലേ? 160/4 150. അപ്പോൾ അടുത്തെന്ത് വരണം? × 5 വരണ്ടേ? 150 × 5 15 × 5 75 750 ആണ്. സോ ഓപ്ഷൻ എന്ത് വരും? ഓപ്ഷൻ ബി. ഈസി വൺ. 40th വൺ എന്ത് വരും? 13th വൺ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് റൈറ്റ്. സോ 40th വൺ എന്താണ് പറയുന്നത്? 85 106. ഡിഫറൻസ് എത്ര വരും? 21. ഇവിടെ എത്ര വരും? 26 6 32. ഇവിടെ എത്ര വരും? 26 19 45. ഇവിടെ അറിയില്ല. സോ 21 എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് എത്ര വരും? ഇവിടെ 11 വരും, ഇവിടെ 13 വരും, ഒന്നെങ്കിൽ 15 വരാം, അല്ലെങ്കിൽ 11, 13, 17 വരാം അല്ലേ? സോ 2 പോസിബിലിറ്റിയാണ്. 15 എടുത്ത് നോക്കാം. 15 ആണെങ്കിൽ 60 വരണം അല്ലേ? സോ 60 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 59 ഓപ്ഷനിലുണ്ട് അല്ലേ? 17 ആണെങ്കിലോ? 17 ആണെങ്കിൽ 18. 45 പ്ലസ് 17 എത്ര വരും? 52 കുറച്ച് കഴിഞ്ഞാൽ 9 അവസാനിക്കുന്നില്ല. സോ ഓപ്ഷൻ
എ വരാൻ പോസിബിലിറ്റി ഉണ്ട്. അല്ലെങ്കിലോ നമുക്കിവിടെ ഡിഫറൻസ് 21, 32, 45 അല്ലേ അല്ലേ? സോ ഇവിടെ 21 പറഞ്ഞാൽ 3 × 7 ആണ്, 32 പറഞ്ഞാൽ 4 × 8 ആണ്, 45 എന്ന് പറഞ്ഞാൽ 5 × 9 അല്ലേ? 3, 4, 5 അപ്പോൾ അടുത്തത് 6 വരണം, 7, 8, 9 അടുത്തത് 10 വരണം, 6 × 10 60. നമുക്ക് ഇവിടെ 60 അല്ലേ കിട്ടിയത് അല്ലേ? സോ ഓപ്ഷൻ ഏതാണ്? 59 ആണ് അല്ലേ? 14A റൈറ്റ്. 50, 15 15 എന്ത് വരും? 264, 10, 2, 4, 3, 2, 7, 6, 8. 64 എന്ന് പറഞ്ഞാൽ 8ന്റെ സ്ക്വയർ ആണ് ഓർ 4ന്റെ ക്യൂബ് ആണ്. സോ 10, 24 ക്യൂബ് അല്ല. സോ ഇതെന്താണ്? എന്തിന്റെ സ്ക്വയർ ആണ് അല്ലേ? എന്തിന്റെ സ്ക്വയർ ആണ്? 32ന്റെ സ്ക്വയർ ആണ് റൈറ്റ്. 32 സ്ക്വയർ. 32, 78 എന്തിന്റെ സ്ക്വയർ ആണെന്ന് അറിയില്ല, പക്ഷേ 2 ഒന്നിന്റെ സ്ക്വയർ അല്ലല്ലോ. 2⁻1 എന്ന് എഴുതാൻ പറ്റും, പക്ഷേ സ്ക്വയർ അല്ലല്ലോ. സോ സ്ക്വയർ അല്ല നമുക്ക് മനസ്സിലാവും. പിന്നെ എന്ത് വരും? ഇവിടെ നമുക്ക് സിംഗിൾ ഡിജിറ്റ് തുടങ്ങിയിട്ട് 1, 2, 3, 4, 5. സോ 5 എണ്ണമായി. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും ഇത് ഒന്നെങ്കിൽ എന്തായിരിക്കും? മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? ഡബിൾ ഓപ്പറേഷൻ ആയിരിക്കും അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ ആ ഡബിൾ ഓപ്പറേഷൻ നോക്കാം നമുക്ക്. ഇവിടെ നമുക്ക് 1024 അല്ലേ? 64 എന്ത് ചെയ്താൽ 1024 ആവും? മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഇൻറ്റു 10 ആണെങ്കിൽ 640, ഇൻറ്റു 20 ആണെങ്കിൽ 1200 സംതിങ് ആവും. സോ 20നും 10നും ഇടയിലാണ് വാല്യൂ. 4നെ ഇൻറ്റു 1 ചെയ്താൽ 4 കിട്ടും, 4നെ ഇൻറ്റു 6 ചെയ്താൽ 24 കിട്ടും. സോ 4 അവസാനിക്കുന്ന 2 പോസിബിലിറ്റി ഉള്ളൂ. ഈ 64 അല്ലെങ്കിൽ 4 മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ എൻ്റെ ചെയ്യുന്ന വാല്യൂ 1 ആയിരിക്കണം, അല്ലെങ്കിൽ 6 ആയിരിക്കണം. 64 × 11 ആണെങ്കിൽ പറ്റില്ല അല്ലേ? 10ന് 20നാണ് നമ്മൾ കണ്ടുപിടിച്ചു. സോ 11 അല്ലെങ്കിൽ 14, 16 അല്ലേ? 16. സോ 11 അല്ല, 11 അല്ലെങ്കിൽ 64 പ്ലസ് 640 പ്ലസ് 64 700 സംതിങ് അല്ലേ ആവും. സോ ഇതെന്താണ്? ഇൻറ്റു 16 ആണെന്ന് കത്തി അല്ലേ? സോ ഇവിടെ 1000 ആണെങ്കിൽ ഇവിടെ 32,000. സോ ഇങ്ങോട്ടാണെങ്കിൽ ഇൻറ്റു 32 വന്ന് എനിക്ക് കത്തണം അല്ലേ? സോ നോക്കി ഇവിടെ 4 ആണ്, 4 × 2 8 അല്ലേ? സോ ചെക്ക് ചെയ്യാനൊന്നും വേണ്ട, 1000 അല്ലേ? ഇവിടെ 16 ആണെങ്കിൽ 32 ആവണം. സോ അങ്ങനെയാണെങ്കിൽ 16, 32 ഇരട്ടി അല്ലേ? അപ്പോൾ ഇങ്ങോട്ട് എന്ത് വരണം? ഇൻറ്റു 8 വരണം. ഇങ്ങോട്ട് എന്ത് വരണം? ഇൻറ്റു 4 വരണം. സോ 2 × 4 8, 8 × 8 64 അല്ലേ? സോ എനിക്ക് എന്തൊരു ഓപ്ഷൻ എ വരും അല്ലേ? 15ന്റെ ഓപ്ഷൻ 15th one ഓപ്ഷൻ എ. ഓപ്ഷൻ എ 8. ഓക്കെ. ആൻഡ് 16th one 16 എന്ത് വരും? 445, 534, 631, 736 അല്ലേ? സോ 445 എന്ന് പറയുന്നത് വരൂടാ. 21ന്റെ സ്ക്വയർ എത്രയാ? 441 അല്ലേ? 441 പ്ലസ് 5. ഇതോ 21 കഴിഞ്ഞ് 22, 484, 23, 529 അല്ലേ? 223 സ്ക്വയർ പ്ലസ് 5 ആണോ? സോറി, ഇവിടെ എന്താണ്? പ്ലസ് 4 അല്ലടാ. ഇവിടെ 4, ഇവിടെ പ്ലസ് 5. ഇവിടെ എന്ത് വരും? 21, 23, 25, 625 അല്ലേ? 25ന്റെ സ്ക്വയർ പ്ലസ് 6. അടുത്തെന്ത് വരണം? 21, 23, 25 ആണെങ്കിൽ 27 വരണം. 27 എന്ന് പറഞ്ഞാൽ 729 പ്ലസ് 7 വരണം, 336. അപ്പോൾ ഇവിടെ 2ന്റെ ഡിഫറൻസ് കുറയ്ക്കണം. 19ന്റെ സ്ക്വയർ മൈനസ് എന്ത് വരണം? 3 വരണം. 361, 3, 364. 16ന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി റൈറ്റ്. 17 എന്ത് വരും? 776 17 776 806 848 904 എല്ലാം 3 ഡിജിറ്റ് അല്ലേ? ഡിഫറൻസ് എടുത്ത് നോക്കാം നമുക്ക്. ഇവിടെ എത്ര വരും? 30. ഇവിടെ എത്ര വരും? 42. ഇവിടെ എത്ര വരും? 56 അല്ലേ? 56. ഇവിടെ ഡിഫറൻസ് 22. ഇവിടെ എത്രയായിരിക്കും? ഇവിടെ 12, ഇവിടെ 14. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ 10 വരണം. 10 വരണമെങ്കിൽ ഇവിടെ 20 വരണ്ടേ? 20 ആണെങ്കിൽ 726, 20 കുറച്ചാൽ 756 വരണം അല്ലേ? അല്ലെങ്കിലോ ഡിഫറൻസ് ഇവിടെ 30, 42, 56. 5 × 6 30, 6 × 7 42, 7 × 8 56. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരണം? 5 × 4 വരണ്ടേ? 20 അല്ല? 20 കുറയ്ക്കണം. അത് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് 3 C 756. 17 അല്ലേ? 17ന്റെ ആൻസർ ഓപ്ഷൻ സി 756. 18 എങ്ങനെ വരും? 500 709 12 89 1672. ഓക്കെ. സോ എങ്ങനെ വരും? 500 സ്ക്വയർ ഏത് വരും? 484 പ്ലസ് 16 729 മൈനസ് 20
21, 27 വരില്ല. നോക്ക്. സോ 500 എന്ന് പറയുമ്പോൾ എന്ത് വരും? 8 ക്യൂബ് മൈനസ് 12 അല്ലേ? 512 മൈനസ് 12 500 വരും. ഇവൻ 9 ക്യൂബ് ആണെങ്കിൽ 729 മൈനസ് 20 വരും അല്ലേ? 12, 20. ഓക്കെ. അടുത്തതോ 8, 9 ആണെങ്കിൽ 10ൻ്റെ ക്യൂബ് മൈനസ് എത്ര വരണം? 12, 20, 28 ആവാം, അല്ലെങ്കിൽ 32 ആവാം, എന്തും ആവാം. സോ കണ്ടുപിടിക്കണം അല്ലേ? ഇവിടെയോ 11 ക്യൂബ് എത്രയാ? 1331. അതിനേക്കാൾ എത്ര കുറവാണ്? 11, 31, 42 കുറവാണ് അല്ലേ? സോ ഇവിടെയോ 11, 12ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 17, 28. അതിനേക്കാളും 28, 56 കുറവാണ് അല്ലേ? 56 കുറവാണ് അല്ലേ? ഇത് നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം അല്ലേ? 12, 20, പിന്നെ അറിയില്ല, 42, 56 അല്ലേ? 12 എന്ന് പറഞ്ഞാൽ 3x4. ഇവിടെ നേരത്തെ നമ്മൾ ചെയ്ത അതേ പ്രോബ്ലം അല്ലേ? 4x5. അടുത്തെന്ത് വരണം? 5x6 വരണം. ഇത് 6x7 ആവണം. ഇത് 7x8 ആവണം. സോ 5x6 30 എന്താവണം? കുറയ്ക്കണം. എന്തിൻ്റെ കൂടെ? 10 ക്യൂബിൻ്റെ കൂടെ. 10 ക്യൂബ് 1000. 1030 പോയാൽ 9. ഓപ്ഷൻ ബി. 18ൻ്റെ ആൻസർ ഓപ്ഷൻ ബി. 19th one എന്ത് വരും? ഇവിടെ എന്ത് വരും? +6, ഇങ്ങോട്ട് +10, ഇങ്ങോട്ട് +14, ഇങ്ങോട്ട് +18 അല്ലേ? ഇവിടെ എത്രയാണ് ഡിഫറൻസ്? 4, ഇവിടെ 4, ഇവിടെ 4. അങ്ങനെയാണ് ഇങ്ങോട്ടും ഡിഫറൻസ് 4 ആയിരിക്കും. 6 - 4 2 അല്ലേ? സോ ഇങ്ങോട്ട് വരുമ്പോൾ 2 ആഡ് ചെയ്യണം. സോ ഇവിടെ എന്ത് വരണം? 98 വരണം അല്ലേ? ഓപ്ഷൻ സി. 98 വന്നാൽ 2 ആഡ് ചെയ്യുമ്പോൾ 100 ആയിട്ട് മാറും. 19ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 98. സോ ദ ലാസ്റ്റ് വൺ, the 20th one എന്ത് വരും? 25, 60, 83, 96 and 101. നോക്കാം, നമുക്ക് ഡിഫറൻസ് എടുത്ത് നോക്കാം അല്ലേ? 2 ഡിജിറ്റ് അല്ല, ക്ലോസസ്റ്റ് നമ്പേഴ്സും ആണ്. ഇവിടെ 35 വരും. സോ ഇവിടെ 23 വരും. ഇവിടെ 13 വരും. ഇവിടെ 5 വരും. ഡിഫറൻസ് എടുത്ത് നോക്കി. ഇവിടെ 12, ഇങ്ങോട്ട് 10, ഇവിടേക്ക് 8. 12, 10, 8. ലാസ്റ്റ് എന്ത് വരണം? 6 വരണം. സോ 5 - 6 എന്ന് പറഞ്ഞാൽ എന്ത് വരും? -1. സോ 101 - 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 100 അല്ലേ? 100 വരും. അല്ലെങ്കിലോ 35 എന്ന് പറഞ്ഞാൽ 6² - 1 ആണ്. 23 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5² - 2 ആണ്. 13 എന്ന് പറഞ്ഞാൽ 4² - 3 ആണ്. പിന്നെ എന്ത് വരും? അടുത്തത് 3² - 4. എത്ര വരുടാ? 3² - 4 5 വരും. അടുത്തത് 2² - 5 വരണം അല്ലേ? ലാസ്റ്റ് വൺ. സോ 4 - 5 എന്ന് പറഞ്ഞാൽ എന്താണ്? -1 അല്ലേ? സോ 100, 1 - 1 എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 100 കിട്ടും അല്ലേ? മോർ ദാൻ 1 പോസിബിലിറ്റി ഉണ്ടാവും. വേറെയും ചിലപ്പോൾ പാറ്റേൺ ഉണ്ടാവും. സോ നിങ്ങൾക്ക് ഏതെങ്കിലും പാറ്റേൺസ് ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഡിഫറെൻ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സി യു നെക്സ്റ്റ് വീഡിയോ. സൈനിങ് ഓഫ്.